കുറേ നമ്മളുണ്ടല്ലോ വൈറസ് ആയിരിക്കും പൈസ പോവേ. ഹലോ നിന്നോട് ഈ സാധനത്തിന്മേ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ. ഒന്ന് നിന്നേ അച്ഛാ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34. മുടി നോക്കിയേ എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടെങ്കിൽ ഭരത് ഗോപിയാവും. ഒപ്പരം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിട്ടുണ്ട്. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നു. അപ്പൊ ഞാനോ? അച്ഛൻ്റെ ഒപ്പം പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലെണ്ണം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതെന്നെ ഒരു തട്ടിപ്പല്ലേ? ജപ്പാനിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുടിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടും. അച്ഛനെ എഞ്ചിനീയർ ആക്കിയത് ഈ പയ്യനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ എവിടെയാനാ? 4 വർഷത്തെ കാര്യമുള്ളൂ. കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ, ഇടയ്ക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ നൈസിൽ ഇട്ടു വെക്കും. എനക്കൊന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛൻ ഇവിടെ തമാശ കളിക്കരുതാ. ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് ധരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഓംനേഷനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ. ഞാൻ വീണ്ടും പറയുന്നത് ഹോംനെസ് അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത് നമ്മളെ സീതരേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ, കാർത്തികേയന്, അവരെ വിളിച്ചോ? അവര് വേണ്ട, പ്രായമായില്ലേ. ഞാൻ പറഞ്ഞ അതല്ല, ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും സൂക്കേട് വന്നാല് അവരെ നോക്കാൻ വേറെ ആളെ വെക്കേണ്ടി വരും. ഭാസ്കരനെ നോക്കാൻ വേണ്ടിട്ട് കാർത്തേനേച്ചി നോക്കാൻ വേറൊരു ഹോം നഴ്സ്, 3 ആളും കൂടി ആ വീട്ടിൽ നല്ല രസമായിരിക്കും അല്ലേ? വേറെ എന്തിന്? കാർത്തികനേച്ചി ഹോം നേഴ്സ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവർ തന്നെ അവരെ നോക്കിക്കോളില്ലേ. ഓ, ഒരാൾക്ക് ഇത്രയും വലിയ വീടാ? ആള് കുറെ ഉണ്ടായിനി, കുറെ ചത്തുപോയി, കുറെ പുറത്തു പോയി. എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം, ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വാ, എങ്ങനെയുണ്ട്? ഒന്നുമില്ലേടാ. കാർത്തികനേച്ചി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ വെച്ചേക്കുന്നത്? ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? മിക്സിന്റെ ഇടാ, ഗ്രൈൻഡർ ഉണ്ടാ? ആ, അതാ രസം. മാമിന് ഒന്നും പറ്റൂലെന്ന്, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ടി വി ഇല്ലേടാ? നല്ലോണം ടി വി കാണാൻ മുട്ടുമ്പോ എന്റെ വീട്ടിലേക്ക് വാ, ടി വി കാണാൻ. സീരിയൽ കാണാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എന്റെ കുറെ ജീവി ചെലവാകുമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരൂ. എന്നാ നിങ്ങൾ മിണ്ടിയും പറഞ്ഞേക്കായിരിക്കും, ഞാനൊരു പോയി കൂട്ടിയിട്ട് വരാം.